ക്രമസമാധാന പ്രശ്നങ്ങളോ അപകടങ്ങളോ ഇല്ലാതെ ആലുവ മഹാശിവരാത്രി ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നതിന് എല്ലാ ഭക്തജനങ്ങളും സഹകരിക്കണമെന്ന് ജില്ലാ കളക്ടർ രേണുരാജ്. സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസുമായി ചർച്ച ചെയ്ത് വിലയിരുത്തിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. മുന്നൊരുക്കങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ ജില്ലാ കളക്ടർ ആലുവ മണപ്പുറം സന്ദർശിച്ചു. ബലിതർപ്പണവും ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ജില്ലാ ഭരണകൂടവും പോലീസും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ നടക്കുന്നത്. 18-ാം തീയതി രാത്രി ആരംഭിക്കുന്ന ബലിതർപ്പണം 19-ന് ഉച്ചവരെ നീളും. ബലിതർപ്പണം നടക്കുന്ന കടവുകളിൽ ബാരിക്കേഡ് സ്ഥാപിക്കലും ശുചീകരണവും പുരോഗമിക്കുകയാണ്. ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന വ്യാപാരമേള, അമ്യൂസ്മെന്റ് പാർക്കുകൾ തുടങ്ങിയവയുടെ ക്രമീകരണങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഹരിത മാർഗരേഖ പാലിച്ചായിരിക്കും ക്രമീകരണം. സുരക്ഷയ്ക്കായി 1000 പോലീസുകാരെ വിന്യസിക്കുമെന്ന് റൂറൽ SP അറിയിച്ചു. ഫയർഫോഴ്സിന്റെ 2 ഫയർ എഞ്ചിനുകൾ സ്ഥലത്തുണ്ടാകും. പ്രധാന 8 പോയിന്റുകളിൽ ആംബുലൻസ് സേവനവും ഉണ്ടാകും. മെഡിക്കൽ ടീമും സ്ഥലത്തുണ്ടാകും. സ്പെസിഫിക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് സിറ്റിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പാലത്തിന്റെ അപ്പുറത്തേക്ക് തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പാർക്കിംഗ് ഏരിയ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇയർമാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടാതെ 2-3 സ്ഥലങ്ങളും കൂടെ ഉണ്ട്. അത് പ്രസ് നോട്ടിൽ പ്രത്യേകം നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ പാർക്ക് ചെയ്തിട്ട് എല്ലാവരും നടന്നിട്ട് ബ്രിഡ്ജ് വഴി ഈ ശിവ ടെമ്പിളിൽ കയറും. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി പരിശോധനാ ലാബുകൾ ക്രമീകരിക്കും. ദീർഘദൂര സർവീസ് ഉൾപ്പെടെ KSRTC 210 അധിക സർവീസുകൾ നടത്തും. ടാക്സി വാഹനങ്ങൾ അമിത കൂലി ഈടാക്കുന്നത് തടയുന്നതിനായി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ പരിശോധന നടത്തും. 24 മണിക്കൂറും വൈദ്യുതി വിതരണം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ KSEBയും സ്വീകരിച്ചിട്ടുണ്ട്. ഭക്ഷണ സാധനങ്ങളുടെ വിലവിവര പട്ടിക പരിശോധിക്കാൻ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും രംഗത്തിറങ്ങും. ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഭക്തർക്ക് കുടിവെള്ളം വിതരണം ചെയ്യും. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.